പണ്ടൊക്കെ സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് എളുപ്പമുള്ള പരിപാടിയായിരുന്നു. ഫോൺ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളൂ. 128 GB വേണോ 256 GB വേണോ എന്നുള്ളതെല്ലാം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. ഫോൺ ഇഷ്ടപ്പെട്ടാലും 128 GB ആണ് മേടിക്കുന്നതെങ്കിൽ അത് UFS 2.2 ആയിരിക്കും. 256 GB ആണ് മേടിക്കുന്നതെങ്കിൽ അത് UFS 3.1 ആണ്. ഇതൊക്കെ പോട്ടെ, എന്ത് തേങ്ങയാണ് ഈ UFS? വിശദമായിട്ട് അടിമുടി നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ മുന്നിൽ ഇന്ന് 6 ഫോണുകൾ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ 6 ഫോണുകളും പല UFS വെർഷൻസിലുള്ളതാണ്. ഈ ഫോണുകളിലെല്ലാം ഞാൻ സ്റ്റോറേജ് ടെസ്റ്റ് അടക്കം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്നും. ആൻഡ് അവസാനം നിങ്ങൾ ഇപ്പോഴും മൈക്രോ SD കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മൈക്രോ SD കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. ബേസിക്കലി ഈ UFS ഒരു സാധാരണക്കാരൻ്റെ ഭാഷയെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് 2G ഓർമ്മയില്ലേ? 2G വന്നു, പിന്നെ 3G വന്നു, പിന്നെ 3G പ്ലസ് വന്നു, 4G വന്നു, LTE വന്നു, LTE പ്ലസ് വന്നു, ഇപ്പോൾ 5G വന്നു, 5G പ്ലസ് വരെ എത്തി. ഇതിലെല്ലാം എന്തായിരുന്നു വ്യത്യാസം? നമ്മൾക്ക് കിട്ടിയിരുന്ന ഡേറ്റയുടെ സ്പീഡ് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള സ്റ്റോറേജിലെ ഈ UFS എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. തുടക്കകാലത്ത് സ്മാർട്ട് ഫോണുകളിൽ ഉണ്ടായിരുന്ന സ്റ്റോറേജിന്റെ പേരായിരുന്നു eMMC അഥവാ എംബഡഡ് മൾട്ടിമീഡിയ കാർഡ്. ബേസിക്കലി നിങ്ങൾ മേടിക്കുന്ന മൈക്രോ SD കാർഡില്ലേ, അത് ഫോണിൻ്റെ അകത്ത് തന്നെ ഒട്ടിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു പരിപാടി. ഇപ്പോഴും ഈ പറഞ്ഞ eMMC ഒരു 6000-5000 റേഞ്ച് ഫോണുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത് സ്റ്റോറേജ് ഒക്കെ ചെയ്യുമെങ്കിലും ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നീട് 2011 ഈ ഒരു UFS അഥവാ യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ് വന്നത്. ആൻഡ് സാംസങ് ആണ് ഈ ഒരു UFS എന്ന് പറയുന്ന സംഭവം എല്ലാവരിലേക്കും പോപ്പുലർ ആക്കിയത്. അവരുടെ 128 GB UFS സ്റ്റോറേജ് ഉണ്ടാക്കിയത്. പിന്നെ ഈ പറഞ്ഞ UFS eMMC എന്ന് പറഞ്ഞതിനേക്കാളും എത്രയോ മടങ്ങ് ഫാസ്റ്റ് ആയിരുന്നു. എന്നാൽ പിന്നീട് 2013 UFS 2.0 വന്നു. അത് നേരത്തെക്കാളും പിന്നെയും ഫാസ്റ്റ് ആയി. 2014 UFS 2.1 വന്നു. 2017 UFS 2.2 വന്നു. 2018 UFS 3.0 വന്നു. 2022 UFS 4.0 വന്നു. ഈ 2025 UFS 4.1 വരെ എത്തി. ഇതിനെല്ലാം മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ ജനറേഷൻ മാറുമ്പോഴും ഇതിന്റെ എല്ലാം സ്പീഡുകൾ വർദ്ധിച്ചു വരുന്നു, എഫിഷ്യൻസി കൂടി വരുന്നു. എന്നാൽ അതിനൊത്ത് ഇതിന്റെ പ്രൈസുകളും കുത്തനെ ഉയരുന്നുണ്ട്. ടെക്നിക്കലി UFS 3.1 UFS 2.2 കമ്പയർ ചെയ്യുമ്പോൾ ഇരട്ടി സ്പീഡ് തരേണ്ടതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ കമ്പ്യൂട്ടർ ഉണ്ട്, അതിനകത്ത് ഇന്റൽ സെൽറോൺ അല്ലെങ്കിൽ ഇന്റൽ പെന്റിയമിന്റെ CPU ആണ് കിടക്കുന്നത്. നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു 64 GB ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സ്പീഡുള്ള ഒരു റാം കൊണ്ടിട്ടു. മറുഭാഗത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു i7 ചിപ്സെറ്റ് ഉള്ള ഒരു സിസ്റ്റവും ഉണ്ട്, അതിനകത്ത് 8 GB റാം മാത്രമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 64 GB റാം കൊണ്ടിട്ട ഈ ഒരു ഇന്റൽ പെന്റിയം അല്ലെങ്കിൽ ഇന്റൽ സെൽറോണിന്റെ ആ ഒരു കമ്പ്യൂട്ടർ ഈ 8 GB ഉള്ള ഇന്റൽ i7 കമ്പ്യൂട്ടറെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുമോ? ഈവൻ ദോ ഫാസ്റ്റർ റാം ആണെങ്കിലും ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഒരു ഡിവൈസ് ഇംപ്രൂവ് ആവുന്നില്ല. ഇതുപോലെ തന്നെയാണ് സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിലും. ഞാൻ എന്റെ മുന്നിലുള്ള ഫോണുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇത് Redmi Note 14 Dimensity 7025 Ultra ചിപ്സെറ്റ് ആണ്. ഇതിനകത്ത് 6 GB LPDDR4X റാമും 128 GB UFS 2.2 സ്റ്റോറേജുമാണ് ഇതിന്. ഇത് Oppo A3 Pro 5G Dimensity 6300 ചിപ്സെറ്റ് ആണ്. ഇതിനകത്തും 6 GB LPDDR4X റാം ആണ് ആൻഡ് 128 GB UFS 2.2 സ്റ്റോറേജ് ആണ്. ഈ രണ്ട് ഫോണുകളുടെയും സ്റ്റോറേജ് ടെസ്റ്റ് നമ്മൾ AnTuTu ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് റൺ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 30,000-ഓളമാണ് ഇതിന്റെ സ്റ്റോറേജ് സ്കോറുകൾ വരുന്നത്. ബിക്കോസ് ഈ രണ്ടെണ്ണത്തിലും സിമിലർ സ്റ്റോറേജ് ടൈപ്പ് ആണ്, സിമിലർ റാം ആണ്. ഇത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ Infinix Note 50X 5G Plus Dimensity 7300 Ultimate എന്ന് പറയുന്ന ചിപ്സെറ്റ് ഉള്ള ഈ ഫോണിൽ 6 GB LPDDR4X റാമും 128 GB UFS 2.2 സ്റ്റോറേജും ഉണ്ട്. നേരത്തെ കാണിച്ചിരുന്ന ആ രണ്ട് ഫോണുകളിലുള്ളതും പോലെ സെയിം ടൈപ്പ്. ഇത് ഇന്നലെ ഇറങ്ങിയ Moto Edge 60 Fusion Dimensity 7400 ചിപ്സെറ്റ് ആണ്. 12 GB LPDDR4X റാമും 256 GB UFS 2.2 സ്റ്റോറേജും ഇതിനകത്തുണ്ട്. എന്നാൽ ഈ രണ്ട് ഡിവൈസുകളുടെയും സ്റ്റോറേജ് സ്കോറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60,000-ഓളം ഉണ്ട്. ഈ പറയുന്ന ഇൻഫിനിക്സ് ഫോണിനും Redmi Note 14 അകത്തുള്ള പ്രോസസ്സറുകൾ ഏകദേശം സെയിം ആണ് ആൻഡ് ബാക്കിയുള്ള കോൺഫിഗറേഷനുകളും സെയിം ആണെങ്കിലും എന്തുകൊണ്ട് Redmi Note 14-നെക്കാളും എത്രയോ മടങ്ങ് ബെറ്റർ ആയിട്ടുള്ള സ്കോർ ഇൻഫിനിക്സിന് വന്നു? ഇനി റീസെന്റ് ലോഞ്ച് ആയ Oppo F29 5G എന്ന് പറഞ്ഞ ഫോണാണ് ഇത്. Snapdragon 6 Gen 1 ചിപ്സെറ്റ് വരുന്ന ഈ ഫോണിന്റെ അകത്ത് 8 GB LPDDR4X റാമും 128 GB UFS 3.1 സ്റ്റോറേജ് ആണുള്ളത്. ആൻഡ് ഇതിന്റെ സ്റ്റോറേജ് സ്കോർ റൺ ചെയ്യുമ്പോൾ ഏകദേശം 56,000-ഓളം ഉണ്ട്. എന്തായാലും UFS 2.2 ഉള്ള ഈ ഒരു ഇൻഫിനിക്സിന് പോലും ഈ ഒരു UFS 3.1-നേക്കാളും കൂടുതൽ സ്കോർ ലഭിക്കുന്നുണ്ട്. ആൻഡ് മോട്ടറോളയുടെ ഫോണിന്റെ ആ ഒരു സ്കോർ നോക്കുവാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഭേദവും. മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് UFS 2.2 സ്റ്റോറേജ് ആണെങ്കിലും UFS 3.1 സ്റ്റോറേജ് ആണെങ്കിലും
ഒരു ഫോണ് രണ്ട് രീതിയിലാണ് സ്റ്റോറേജിനെ ആക്സസ് ചെയ്യുന്നത്. ഒരെണ്ണം സീക്വൻഷ്യൽ റീഡ് റൈറ്റ് എന്ന് പറയും, രണ്ടാമത്തേത് റാൻഡം റീഡ് റൈറ്റ് എന്ന് പറയും. അതായത് ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആദ്യത്തെ പേജ് മുതൽ വായിച്ച് ഒരു നിശ്ചിത പേജിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ പേജ് മുതൽ എഴുതി ഒരു നിശ്ചിത പേജിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ സീക്വൻഷ്യൽ റീഡ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ റൈറ്റ് എന്ന് പറയും. എന്നാൽ ഈ പുസ്തകത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പേജിൽ നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എഴുതുക എന്നുള്ളതിനെയാണ് നമ്മൾ റാൻഡം റീഡ് അല്ലെങ്കിൽ റാൻഡം റൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ ഈ റാൻഡം റീഡ് അല്ലെങ്കിൽ റാൻഡം റൈറ്റ് ആണ് പൊതുവേ ചെയ്യുന്നത്. അതായത് ആദ്യം തൊട്ട് 1, 2, 3 അങ്ങനെയല്ല പോകുന്നത്. ഇടയിൽ എവിടെയെങ്കിലും കൊണ്ട് റൈറ്റ് ചെയ്യുക, ഇടയിൽ എവിടെയെങ്കിലും നിന്ന് റീഡ് ചെയ്യുക, അവിടെ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ടുള്ളിൽ മാറ്റുക, ഇതൊക്കെയാണ് ചെയ്യുന്ന പരിപാടികൾ. സോ ഒരു സ്റ്റോറേജിന്റെ സ്പീഡ് കൂടുതലായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ആ ഒരു സ്റ്റോറേജിന്റെ ഹാർഡ്വെയർ നല്ലതാണെങ്കിലും ആ ഒരു സ്റ്റോറേജുമായിട്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കൺട്രോളർ നല്ലതായിരിക്കണം. ആൻഡ് ആ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് ഈ സ്റ്റോറേജിൽ എവിടെയാണ് എന്താണ് കിടക്കുന്നത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന് മനസ്സിലാവുന്നുണ്ടോ, അത് ഓർത്ത് വെച്ചിട്ടുണ്ടോ, നേരത്തെ എവിടെയാണ് കൊണ്ടുവച്ചത്, എവിടെയാണ് പോയി തപ്പേണ്ടത് എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം സോഫ്റ്റ്വെയറിൻ്റെ സൈഡിൽ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ കൊടുക്കുന്ന ഹാർഡ്വെയറിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ അടുത്തായിട്ട് ലോഞ്ച് ചെയ്ത നത്തിങ് 3A അല്ലെങ്കിൽ 3A Pro ഫോണുകളിൽ UFS 2.2 സ്റ്റോറേജ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ആ പ്രൈസിന് UFS 3.1 കിട്ടണ്ടേ എന്നുള്ളൊരു കോൺട്രവേഴ്സി വന്നുവെങ്കിലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഫോണിനകത്തുള്ള സോഫ്റ്റ്വെയർ അത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് അതേ പ്രൈസിന് UFS 3.1 തരുന്ന പല ഫോണുകളെക്കാളും ബെറ്റർ ആയിട്ട് ആ ഒരു ഫോണിന് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈവൻ ദോ അത് UFS 2.2 ആണെങ്കിലും. സോ ആസ് എ നോർമൽ യൂസർ ഡേ ടു ഡേ ടാസ്കുകളും ഡേ ടു ഡേ പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അത് UFS 2.2 ആണ് UFS 3.1 ആണോ എന്നൊന്നും മനസ്സിലാവാനായിട്ട് പോകുന്നില്ല. പക്ഷെ തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ അടുത്ത് ഒരു ഫോണും കൂടിയുണ്ട്. ഈ ഫോണിൻ്റെ സ്റ്റോറേജ് സ്കോർ ഏകദേശം 1,70,70,000 ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്തുള്ള സ്റ്റോറേജ് ടൈപ്പ് UFS 2.2 3.1 അല്ല, UFS 4.0 ആണ്. സോ UFS 2.2ഉം UFS 3.1ഉം തമ്മിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നില്ല എങ്കിലും UFS 4ലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, UFS 4 എന്ന് പറയുന്നത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഒരു ടെക്നോളജിയാണ്. സോ നിങ്ങളുടെ കയ്യിൽ ചോയ്സുകളുണ്ട്, UFS 2.2 എടുക്കണോ, UFS 3.1 എടുക്കണോ, UFS 4 എടുക്കണോ എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് UFS 4 എടുക്കാം. എന്നാൽ 3.1 ആണോ 2.2 ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതിനാണോ ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത്, ഏതാണോ ബെറ്റർ ആയിട്ട് റൈറ്റ് റീഡൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്, അതായിരിക്കും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഇപ്പോഴും സ്മാർട്ട് ഫോണിൻ്റെ അകത്തൊരു SD കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 128 GB SD കാർഡ് നിങ്ങൾക്കൊരു 800 രൂപയ്ക്കും കിട്ടും, 1000 രൂപയ്ക്കും കിട്ടും, 1500 രൂപയ്ക്കും കിട്ടും. നിങ്ങൾ ഏറ്റവും വില കൂടി ഒരു 1500 രൂപയുടെ SD കാർഡ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ റീഡ് സ്പീഡ് ഏകദേശം 190 MBPS, റൈറ്റ് സ്പീഡ് 90 MBPS ഒക്കെയാണ്. ഞാൻ ഈ പറഞ്ഞ പണ്ടൊക്കെ eMMC 5.1 എന്ന് പറഞ്ഞ സ്റ്റോറേജിന്റെ റീഡ് സ്പീഡ് 250 MBPS, റൈറ്റ് സ്പീഡ് 125 MBPS ആണ്. അതായത് ഈ പറയുന്ന SD കാർഡിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു SD കാർഡ് കൊണ്ടിടുകയാണെങ്കിൽ SD കാർഡിൽ നിന്നൊരു ഡാറ്റ റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ എന്തായാലും നോർമൽ സ്റ്റോറേജിനെക്കാളും എത്രയോ മടങ്ങ് സ്ലോ ആയിരിക്കും. അത് നിങ്ങളുടെ ഓവറോൾ ഫോണിൻ്റെ എക്സ്പീരിയൻസിനെ ശരിക്കും സ്ലോ ആക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും നാളായിട്ട് SD കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ, ആ ഒരു SD കാർഡ് ജസ്റ്റ് ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം നിങ്ങൾ ആ ഫോണൊന്ന് ഉപയോഗിച്ച് നോക്കിയേ, നേരത്തെക്കാളും എത്രയോ മടങ്ങ് സ്പീഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഏകദേശം നിങ്ങൾക്ക് UFSനെ പറ്റിയ ഒരു ധാരണ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർച്ചയായ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.